നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയെ പാർട്ടി തീരുമാനിക്കുമെന്ന് DCC പ്രസിഡന്റ് VS ജോയ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. UDFിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ഒരു അഭിപ്രായ വ്യത്യാസങ്ങളുമില്ല. PV അൻവർ മുന്നണിയിൽ വന്നാൽ നിലമ്പൂരിലെ UDF കൂടുതൽ ശക്തിപ്പെടുമെന്നും VS ജോയ് വ്യക്തമാക്കി. ഒന്ന് DCC പ്രസിഡന്റ് ആയിട്ടുള്ള VS ജോയിയുടെ പേരാണ്, മറ്റൊന്ന് ആര്യടൻ ഷൗക്കത്തിന്റെ പേരുമാണ്. ഈ രണ്ട് പേരിൽ ഇങ്ങനെ തട്ടിക്കളിക്കുകയാണ്. എന്തായാലും ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും VS ജോയ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുന്നുണ്ട്. എന്താണ് DCC പ്രസിഡന്റ് നിലമ്പൂരിൽ ഒരു MLA ആയി മാറുമോ? ഇല്ല, അതൊന്നും തീരുമാനിക്കാറായിട്ടില്ല, പറയാറായിട്ടില്ല. കോൺഗ്രസിൽ ഒരുപാട് പേരുകൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. നിങ്ങൾ പറയുന്ന രണ്ട് പേരെന്നുള്ളൂ. കോൺഗ്രസ് പാർട്ടി നേതൃത്വമാണ് സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ചൊക്കെ ഒരു തീരുമാനം എടുക്കേണ്ടത്. നിങ്ങൾ ഈ ചാനലുകളിൽ പ്രചരിക്കുന്നത് പോലെയുള്ള അഭിപ്രായ വ്യത്യാസമൊന്നും പാർട്ടിക്കകത്തില്ല. പാർട്ടിയെ സംബന്ധിച്ചും ഈ രണ്ടു പേരിൽ ആര് എന്നുള്ളതായിരിക്കും തീരുമാനം എടുക്കാണ്ടാവുന്ന ഒരു പ്രതിസന്ധി. അല്ല, സ്ഥാനാർത്ഥി നിർണയം പൂർണ്ണമായും കോൺഗ്രസിന്റെ നേതൃത്വം തീരുമാനിക്കുന്നൊരു കാര്യമാണ്. ഞങ്ങളെ സംബന്ധിച്ച് അതിനകത്ത് ഞങ്ങൾക്ക് ഒരു റോളും ഇല്ല. സ്ഥാനാർത്ഥി ആരെന്നതിന് ഇതിലൊരു പ്രസക്തിയില്ല. ആര്യടൻ ഷൗക്കത്തിനെ നിലമ്പൂരുകാർക്ക് അത്രമേൽ സ്വീകാര്യനായി കാണാൻ പറ്റുമോ? തീർച്ചയായും ആര്യടൻ ഷൗക്കത്ത് നല്ല നേതാവാണ്. അതുപോലെയുള്ള നേതാക്കന്മാർ ഒരുപാട് കോൺഗ്രസിലുണ്ട്. അതെല്ലാം കൂടി ചർച്ച ചെയ്തെല്ലാം പരിഗണിച്ച് കോൺഗ്രസ് പാർട്ടി ഒരു തീരുമാനം എടുക്കും. PV അൻവർ ഇമ്പാക്റ്റ് ആണ്. എങ്ങനെയായിരിക്കും പിണറായി വിജയന്റെ ഏകാധിപത്യത്തിനെതിരെ അദ്ദേഹം പാർട്ടിക്കകത്ത് നടത്തിയിട്ടുള്ള പോരാട്ടം, ആ പോരാട്ടം സ്വാഭാവികമായും ഈ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അരുൺ കിഷോറിനൊപ്പം ഇംതിയാസ് കരി, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.